നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിനവ് മോഹൻ, മാഹി ഡെന്റൽ കോളേജിൽ പ്രോസ്റ്റോഡോണ്ടിക്സ് വിഭാഗം, അതായത് കൃത്രിമ പല്ല് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ കാണുന്ന ഒരു ഡെന്റൽ പ്രോബ്ലം, സാധാരണയായി കാണുന്ന ഒരു ഡെന്റൽ പ്രോബ്ലം, അതിനുള്ള പ്രതിവിധികളെയും കുറിച്ചാണ്. നമ്മളുടെ ചിലരുടെയെങ്കിലും മുൻനിരയിലുള്ള പലരുടെ ഇടയിൽ വിടവുകൾ കാണാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി മേലത്തെയും താഴത്തെയും താടി എല്ലുകളുടെ വലുപ്പ കൂടുതലും വരുന്ന പെർമനന്റ് പല്ലുകളുടെ വലുപ്പക്കുറവും മൂലം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാനിടയുണ്ട്. അതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞുപോയി പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. എന്താണ് നമുക്ക് ഇതിനുള്ള വിവിധ തരത്തിലുള്ള പ്രതിവിധികളെന്ന് നോക്കാം. സാധാരണയായി ഗ്യാപ്പിൻ്റെ വലുപ്പം അനുസരിച്ച്, പല്ലിൻ്റെ വിടവുകളുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വിവിധ തരം ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും സാധാരണയായി ചെയ്യുന്നതുമായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പിയിട്ട് പല്ലുകളുടെ വിടവ് അകത്തുക എന്നുള്ളതാണ്. അതിന് ചെയ്യുന്നത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. രണ്ടാമതായി ചെയ്യാൻ പറ്റുന്നത് ചെറിയ വിടവുകൾ, അതായത് 3 മില്ലിമീറ്ററിൽ അതിൽ കുറവുള്ള വിടവുകളെ ഈ പറയുന്ന ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പല്ലിൻ്റെ അതേ നിറത്തിലുള്ള നേർത്ത പാളികൾ വെച്ച് അത് പല്ലിൻ്റെ മുൻവശത്ത് ഘടിപ്പിച്ച് നികത്താൻ പറ്റുന്നതാണ്. മുന്നിലുള്ള പല്ലുകളുടെ ഇടയ്ക്കുള്ള വിടവുകൾ, പല്ലിൻ്റെ നിറം മാറ്റം, പല്ലിൻ്റെ മുകളിലുള്ള കറകൾ എന്നിവ പല്ലിൻ്റെ അതേ നിറത്തിലുള്ള നേർത്ത പാളികൾ വെച്ച് ഒരു പ്രത്യേകതരം സിമെൻറ്റ് വെച്ച് ഒട്ടിക്കുന്ന നൂതന ചികിത്സാ രീതിയാണ് ഡെന്റൽ വെനീറിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെന്റൽ വെനീറും ഡെന്റൽ ക്രൗണും തമ്മിലുള്ള അന്തരം എന്താണെന്ന് നോക്കാം. ഡെന്റൽ ക്രൗൺ നമ്മൾ സാധാരണഗതിയിൽ റൂട്ട് കനാൽ അഥവാ വേര് ചികിത്സ ചെയ്ത പല്ലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു തരം പ്രോസസ്സസ് ആണ്. ഇത് പല്ലിൻ്റെ എല്ലാ വശവും കവർ ചെയ്താണ് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് ഡെന്റൽ വെനീർ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ പല്ലുകളുടെ ആകൃതിയിലുള്ള വ്യത്യാസം വരുത്തുന്നതിനും ഈ പറഞ്ഞ നിറം മങ്ങലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കറകളോ മറയ്ക്കുന്നതിനും വേണ്ടി വളരെ നേർത്ത രീതിയിൽ പല്ലിൻ്റെ മുൻവശത്തുള്ള ഇനാമൽ മാത്രം നീക്കം ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേകതരം സിമെന്റ് വെച്ച് ഒട്ടിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി നമുക്ക് ഈ ഡെന്റൽ വെനീർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയവും എത്ര അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമെന്നുള്ളതിനെ കുറിച്ച് അറിയാം. സാധാരണ രീതിയിൽ 3-4 അപ്പോയിന്റ്മെന്റുകളാണ് ഒരു ഡെന്റൽ വെനീർ അഥവാ സ്മൈൽ ഡിസൈനിങ് അല്ലെങ്കിൽ സ്മൈൽ കറക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി വരുന്നത്. ഇതിൽ ആദ്യത്തെ അപ്പോയിന്റ്മെന്റുകളിൽ ഡോക്ടർ രോഗിയുമായി ചർച്ച ചെയ്ത് രോഗിയുടെ ഇഷ്ടാനുസരണം വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുന്നതാണ്. അതിനുശേഷം ആ പറഞ്ഞ വ്യത്യാസങ്ങൾ ആ രോഗിയുടെ വായിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയതിന് ശേഷം അവരുടെ വായയുടെ അളവെടുത്ത് നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി ഒരു ഡെന്റൽ ലാബിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ അപ്പോയിന്റ്മെന്റിൽ ആ ലാബിൽ നിന്നും ഈ പറയുന്ന രോഗിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മോഡൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആ മോഡൽ ഡോക്ടർ രോഗിയുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചിട്ട് വേണ്ട രീതിയിൽ ഈ പറയുന്ന മുൻവശത്തുള്ള ഇനാമലുകൾ മാത്രം നീക്കം ചെയ്ത് പല്ലുകളുടെ അളവെടുക്കും. അതിനുശേഷം മൂന്നാമത്തെ അപ്പോയിന്റ്മെന്റിൽ ഈ പറയുന്ന യഥാർത്ഥ ഡെന്റൽ വെനീർ ലാബുകൾ ഉണ്ടാക്കി നിർമ്മിച്ചതിന് ശേഷം നമുക്ക് അയച്ചു തരുന്നു. അത് നമ്മൾ ഈ പറയുന്ന പ്രത്യേക തരത്തിലുള്ള സിമെന്റ് ഉപയോഗിച്ച് രോഗിയുടെ പല്ലുകളുടെ മുൻവശത്ത് ഒട്ടിക്കുന്നതാണ്. പല സെലിബ്രിറ്റികളുടെയും സിനിമാ താരങ്ങളുടെയും മനോഹരമായ പുഞ്ചിരി നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർക്ക് ഈ പറയുന്ന മനോഹരമായ പുഞ്ചിരി ലഭിച്ചത് ഈ പറയുന്ന ഡെന്റൽ വെനീറിങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. നമുക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാഹി ഡെന്റൽ കോളേജിൽ ഇൻട്രാ ഓറൽ സ്കാനിങ്ങോട് കൂടിയ ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക.